ഹലോ ഹലോ, ശാലു അല്ലേ? അതെ, എന്താ ചേട്ടാ? ആ ഏരിയയിലെ വീടെല്ലാം പോലീസ് സെർച്ച് ചെയ്യാൻ വരുന്നുണ്ട്. ഒരുപക്ഷെ അവിടെ വന്നേക്കും. അവനോടും പറഞ്ഞേക്കും. വീട് സെർച്ച് ചെയ്യാൻ പോലീസ് വരുന്നുണ്ട്. മിസ്റ്റർ ശ്രീകുമാർ, എന്നെ പിടിക്കാനുള്ള പുതിയ തന്ത്രങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് അപകടം അറിഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തുകയാണ്. ഈ വീട്ടിൽ ഒരു പോലീസ് ഓഫീസറെങ്കിലും കാലുകുത്തിയാൽ ഒന്നിനും ഞാൻ പറയപ്പെടില്ല. ഞാൻ ഈ മുറിയിൽ എവിടെയെങ്കിലും ഉണ്ടാകും. ഡോണ്ട് ട്രൈ ടു ബി സ്മാർട്ട്. പറ്റുള്ളൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. സാറ് വിളിച്ചിരുന്നില്ലേ? ഇവിടെയല്ല, ആര് കയറാനാ? ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക്. വിശ്വസിക്കാൻ ഒക്കില്ല മാഡം. കസ്റ്റംസ് ഓഫീസറുടെ പോക്കറ്റിൽ കള്ളക്കടത്തുകാരൻ കയറിയെന്ന് അറിയോ? ശരിയാണ്. കോൺസ്റ്റബിൾസ് ബാക്ക് സൈഡ്. യെസ് സർ. ക്ഷമിക്കണം മാഡം, ഡ്യൂട്ടിയാണ്, നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മോള് സ്കൂളിൽ പോയില്ലേ? ഇല്ല, അവൾക്ക് നല്ല സുഖമില്ല. ഒരു പനി. വല്ലതും കണ്ട് ഭയന്നിട്ടാണോ? എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, യാതൊരു കാരണവുമില്ലാതെ ഒരു പനി, അതുകൊണ്ട് ചോദിച്ചാ. അവൾക്ക് എപ്പോഴും അസുഖമാ. വല്ലാതെ വേർക്കുന്നല്ലോ. ഇല്ലല്ലോ. മുകളിലോട്ട് കയറി പരിശോധിക്കണ്ടല്ലോ അല്ലേ? വേണമെങ്കിലാവാം. നോ, ഒരു പോലീസ് ഓഫീസറുടെ ഭാര്യയെ മറ്റൊരു പോലീസ് ഓഫീസർ സംശയിച്ചുകൂടാ. ഇതൊക്കെ തൊപ്പിയുടെ ഒരു ഫോർമാലിറ്റി ആണ്. മാഡം എന്നു മുതലാ സിഗരറ്റ് വലി തുടങ്ങിയത്? അല്ല, ഒരു സിഗരറ്റ് ഇരുന്ന് കത്തുന്നു. ഇതാരാ ഇവിടെ വെച്ചത്? അത് സാറ് സിഗരറ്റ് വലിക്കില്ലല്ലോ. അങ്കിളോ? ഹലോ ഇൻസ്പെക്ടർ, അതെന്റെ സിഗരറ്റാണ്. മനസ്സിലായില്ലല്ലോ. എന്റെ പേര് രതീഷ്, ഞാൻ ശാലിനിയുടെ ബ്രദറാ. ആഹാ, എന്നിട്ട് ഇങ്ങനൊരാളെ പറ്റി സാർ ഇതേവരെ പറഞ്ഞിട്ടില്ല. ഞാൻ ഗൾഫിലായിരുന്നു, ഞാൻ വന്നത്. എനിവേ, നൈസ് ടു മീറ്റ്. താങ്ക് യു. നമുക്ക് വല്ല സ്പ്രേയോ മറ്റോ തരണമെന്ന് കരുതിയിട്ടാവും എന്നോട് പറയായിരുന്നത്. ഞാൻ കൂട്ടി തരട്ടെ. എന്താ പോച്ചിരിക്കുന്നത്? സുഖമില്ല, നല്ല പനിയുണ്ട്. ഓ, അവിടത്തെ ഇവിടത്തെയും ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായിരിക്കും. ഗൾഫിൽ ധാരാളം ബ്ലേഡ് കിട്ടുമെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. എന്റെ താടിയെ ഉദ്ദേശിച്ചാണെങ്കിൽ അതിന്റെ സ്റ്റൈൽ. അതുകൊണ്ടല്ല, ഞങ്ങൾ പോലീസുകാരെ ക്ലീൻ ഷേവാണേ. അതുകൊണ്ട് വല്ല ബ്ലേഡോ മറ്റോ വേണ്ട, ഞാൻ അളിയോട് വാങ്ങിച്ചോളാം. വരട്ടെ. ഓക്കെ മാഡം. ഇവിടെ ആരുമില്ല സാർ. അതറിയാവുന്ന കാര്യമല്ലേ, ഡിസ്റ്റർബൻസ് ആയില്ലല്ലോ. ഒന്നുമില്ല. വരട്ടെ മാഡം. എന്തായി, വല്ല വിവരവും കിട്ടിയോ? ഇതുവരെ ഒന്നും കിട്ടിയില്ല. അവൻ ഇവിടെയൊക്കെ തന്നെ കാണും. അല്ല, അളിയൻ ഗൾഫിൽ നിന്നിട്ട് എന്താ പറയായിരുന്നത്? ഏതളിയൻ? എന്നോട് മറക്കണ്ട, പാർട്ടിയെ ഞാൻ കണ്ടു. എവിടെ വെച്ച്? വീട്ടിൽ പോയപ്പോ. എന്തായാലും കൊള്ളാം, എനിക്കൊരു സ്പ്രേ കിട്ടണം. തനിക്കൊരു സ്പ്രേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ശാലിനി പറഞ്ഞില്ലേ? ഇല്ല, അതിനുള്ള നേരം കിട്ടണ്ടേ? 1-2 ദിവസമായിട്ട് എന്താ ഒരു വല്ലായ്മ? ഒന്നുമില്ല. അല്ല, വല്ല പനിയോ മറ്റോ ആണോ? അളിയനും മോക്കും നിരത്തി പിടിച്ച് പനിയാണല്ലോ. ഈ കേസുകൾ കുഴയുമ്പോൾ ഞാൻ ആകെ അപ്സെറ്റ് ആവും. എനിക്ക് ഈ കേസ് ഒരു വല്ലാത്ത തലവേദനയാണ്. എനിക്കും.
അച്ഛനില്ലേ? അച്ഛനാ ജംഗ്ഷൻ വരെ പോയിരിക്കുക. ഇപ്പൊ വരും. അകത്തേക്ക് ഇരിക്കാൻ സാർ. താങ്ക് യു. ഇരിക്കൂ സാർ. ശ്രീദേവിയെ ഈയിടെ ഓഫീസിലേക്ക് കാണാറില്ലല്ലോ. 2 ദിവസം മുൻപ് ഞാൻ അച്ഛനെ കാണാൻ വന്നിരുന്നു സാർ. ഓഹോ, ജോലിക്കൊന്നും അപ്ലൈ ചെയ്തില്ലേ? ഒരുപാട് ആപ്ലിക്കേഷൻസ് അയച്ചിട്ടുണ്ട്. ഒന്നും ശരിയായില്ല. അതെന്താ? ഓരോരുത്തരും വലിയ തുകയൊക്കെ ഡെപ്പോസിറ്റ് ചോദിക്കുന്നത്. ശ്രീദേവി ടൈപ്പ് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട് സാർ. ഷോർട്ട് ഹാൻഡും പാസ്സായി. ആഹാ. ഒരു കാര്യം ചെയ്യ്, ഓഫീസിൽ ഒരു വാക്കൻസി ഉണ്ട്. അച്ഛനോട് ചോദിച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്തോളൂ. വളരെ സന്തോഷം സാർ. ഞാൻ വരട്ടെ. സാർ കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. അല്ല, ഇതാര് മുതലാളിയോ? എന്താ മുതലാളി വിശേഷിച്ച്? ഒന്നുമില്ല, ശ്രീദേവി കണ്ടപ്പോ ഒന്ന് കയറിയെന്ന് മാത്രം. മോളെ കുടിക്കാൻ വല്ലതും കൊടുത്തോ? ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഓ, ഒന്നും വേണ്ട, വരട്ടെ. മോളെ എന്തിനാ അതോടെ വന്നത്? അച്ഛാ, മുതലാളി ഒരു കാര്യം പറഞ്ഞു. ഓഫീസിൽ ഒരു വേക്കൻസി ഉണ്ട്. അച്ഛനോട് ചോദിച്ചിട്ട് ജോയിൻ ചെയ്തോളാൻ. നമുക്കവിടെ ജോലി വേണ്ട മോളെ. എന്താണ് അച്ഛാ? വേണ്ട. അച്ഛന് ജോലി ഉള്ളിടത്ത് തന്നെ എനിക്കും ജോലി കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അച്ഛാ. അല്ല മോളെ. അച്ഛൻ എന്തായി പറയുന്നത്? മോളെ, അച്ഛൻ അറിയുന്ന പലതും എന്റെ മോക്കറിയില്ല. കണ്ടാൽ ഒരു ക്രൂരനാണെന്നൊന്നും തോന്നില്ല. ആരാണവൻ? എന്തിനാണ് അവൻ ഇവിടെ തന്നെ വന്ന് കയറിയത്? എന്താണ് അവന്റെ ഉദ്ദേശം? ഇതെല്ലാം ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. വെറുതെ ഒളിച്ചു താമസിക്കാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറണമെന്ന് കരുതി കാണും. നിർഭാഗ്യത്തിനത് നമ്മുടെ വീടായിപ്പോയി. അയാൾ പൊയ്ക്കോളും. പൊയ്ക്കോളൂ എന്ന ഒറ്റ വാക്കിൽ നിനക്ക് പറയാം. ഒരു കുറ്റവാളിയെ ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നത് നിയമത്തിന്റെ മുമ്പിൽ എത്ര വലിയ തെറ്റാണെന്ന് നിനക്കറിയാമോ? അത് ഒരു പോലീസ് ഓഫീസർ വീട്ടില്. നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. അയാൾ പോകുന്നവരെ കാത്തിരിക്കാം. നിനക്കെന്താണ് അവനോടൊരു സിമ്പതി? എനിക്കൊരു സിമ്പതിയില്ല. ഓരോ നിമിഷവും എന്റെ കുഞ്ഞിനെ പറ്റി ആലോചിക്കുമ്പോൾ ഈ വീർപ്പ് മുട്ടൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവന്റെ അമ്മയുടെ ഒരു ബ്ലാക്ക് മെയിലിംഗ്. ഇനി എന്നെ തല്ലല്ലേ അവനെ. ഞാൻ സത്യം പറയാം, സത്യം പറയാം. ഞാൻ തന്നെയാ അഗസ്റ്റി സാറിനെ കൊന്നത്. ഇതങ്ങ് നേരത്തെ പറഞ്ഞുകൂടാ. നിനക്കൊക്കെ കിട്ടാനുള്ളത് കിട്ടിയാലേ നാമനങ്ങോ അല്ലേ? ഹലോ. ഹലോ, ഈസ് ഇറ്റ് 67505? അതെ, ഞാൻ രാജനാണ്. സാറുണ്ടോ? ഉണ്ടല്ലോ. 1 സെക്കൻഡ്. ശ്രീയേട്ടാ, രാജൻ. എന്താ രാജൻ? ഹലോ സാർ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ? നമ്മുടെ കോൺട്രാക്ടർ അഗസ്റ്റിനെ വെടിവെച്ച് വന്ന ആളെ പിടിച്ചിട്ടുണ്ട്. വാട്ട്? അതെ സാർ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? അതെ സാർ, ഇവൻ തന്നെയാണ്. ആൾ ഇവിടെ ഉണ്ട്. കസ്റ്റഡിയിലുണ്ടോ? ഉണ്ട് സാർ. എങ്ങനെ പിടിച്ചു? കുമാരൻ എന്നൊരാളുടെ ഇൻഫർമേഷൻ ആണ്. ഏത് കുമാരൻ? അയാൾ ഇവിടെ ഉണ്ട്. സാർ അങ്ങോട്ട് വരുന്നോ? ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഞാൻ സ്റ്റേഷൻ വരെ പോയി.